എന്റെ നാല് കാരണം എന്റെ നാല് കാരണം ദോഷമായോ ഇന്നത്തെ ദിവസം നാല് കാരണം അമ്മ എന്തിരിക്കുന്നതായ ഈ നിത്യചൈതന്യത്തെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിനകത്ത് ഭക്തിയാലെങ്കിലും ആരാധിക്കുന്നതായിരുന്നു ഇതിനകത്ത് മുഹൂർത്തത്തെ കുറിച്ച് തീർത്ഥത്തെ തെളിച്ചു വെച്ചിരിക്കുന്നതായ അനുഷ്ഠാന ഭോജനം മധുരവോളം മുഖരാനായിട്ട് മക്കളുടെ മുന്നില് അമ്മ ഇന്ന് പ്രത്യക്ഷീകരിച്ചിരിക്കുന്ന മുഹൂർത്തം തന്നെ അല്ലേ നാല് കാരണവരുമോ അഞ്ചും നാലും മുൻപ്രദേശം വൈകുണ്ഠത്ത് വൈകൂർ വരേക്കും അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതായ എന്റേതാകുന്ന രൂപാധികം പലതാകുന്നതായ കാര്യങ്ങളാലും അല്ലേ എന്റേതാകുന്നതായ കുഞ്ഞു രൂപാധികളുടെ മനസ്സിലേക്ക് വ്യതിചലനം വന്നതുകൊണ്ടെന്ന് മാത്രമെങ്കിലേ അന്ധകാരത്തിൽ നിന്ന് പ്രകാശമാകുന്ന അറിവിലേക്ക് അമ്മ തന്നെ കൊണ്ടുവരണം. ഞങ്ങളുടെ കളിയാട്ട വേളങ്ങളൊക്കെ നാലും അല്ലെ അപങ്കടമായി സംഭവിക്കാതെ കണ്ട് മംഗളകരമാക്കി തീർക്കണം. അങ്ങനെ അമ്മയുടെ കടാക്ഷം വേണമല്ലോ നാല് കാരണവന്മാരെ ആയിരിക്കട്ടെ. ഇന്നത്തെ സുന്ദരമായിട്ട് അല്പമായിരിക്കുന്നവർക്ക് എന്തുപോലെ കെട്ടുണ്ട് അഴിച്ചു മൂക്കണമല്ല മാറാവും തലക്ഷരം മൂക്കണമല്ലോ അക്ഷരക്ഷരമുണ്ടോ ഭക്ഷിക്കുന്നുണ്ടോ ഒക്കെ ആരും അന്ന് കാഞ്ഞിരോട് വാഴുന്നതായ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരും അല്ലേ ജ്യേഷ്ഠനൊക്കനാലും മുതല്യം കഴിഞ്ഞു അല്ലേ അനുജനൊക്കനാലും അത് പ്രകാരത്തിൽ മുതല്യം വേണം അല്ലേ അതെന്ത് വേണം എന്നാൽ മാത്രം പോരാ നാല് അല്ലേ നാല് തലത്തിൽ ചെല്ലണം അന്വേഷിച്ച് കണ്ടെത്തണം അതിനുള്ളതായ അല്ലെ അനുഭവത്തിൽ വന്നവരെ അങ്ങനെ സഞ്ചരിക്കാൻ ആർക്കും പറ്റും. അന്ന് സഞ്ചരിച്ച് അല്ലെ പലതാകുന്ന ദേശങ്ങളും ദിക്കുകളും താണ്ടി അല്ലെ ഒരു വഴിയും പെരുവഴിയും തെളിയാത്ത മാത്രമെങ്കിലേ അല്ലെ മൂന്ന് പാതകീരുന്നതായ ആ വീതിയെങ്കിലും അന്നവരെത്തി. അത് ഇടത്ത് പോകണോ വലത്ത് പോകണോ എന്ന് കഴിച്ചു നിൽക്കുന്ന മാത്രമെങ്കിലേ ഇടന്നും വേണ്ട വലതും വേണ്ട നേരെ നടക്കാം എന്ന് ജ്യേഷ്ഠായെന്ന് വിളിക്കും. അന്ന് നേരെ നടന്ന് എത്തിച്ചേർന്നത് എവിടെയാണ്? ബംഗാൾ കുടുംബീകരമായിട്ട് അന്ന് മാതാവിൻ്റെതായ ശിരസിൽ നിന്നും അല്ലെ ഓരോ പേനുകളെ എടുത്ത് അന്ന് രസിക്കുന്നതായ മാത്രമെങ്കിൽ മകളുടേതായ കാഴ്ചയിൽ അന്ന് എൻ്റെ കാഞ്ഞിരോട് വള്ളാകന്മാർ മറ്റുള്ളത് ചിന്തിച്ചു അല്ലേ മാറാവ് ഞങ്ങളുടേതാകുന്ന ഭവനത്തിനകത്ത് വിരുന്നുകാർ വരുന്നുണ്ട്. അന്ന് അമ്മ എന്താണ് പരിഹരിച്ചു മകളെ അല്ലേ നിനക്കെന്താണ് അല്ലെ മംഗല്യത്തിൻ്റെ ആലോചനയാണോ നിനക്ക് വരുന്നത് എന്നിരിക്കുന്നതായ ചിന്ത നിന്റെ മനസ്സിനകത്ത് വന്നു എന്നിരിക്കുന്നതായ പരിഹാസം വഴി അമ്മ അല്ലേ എങ്കിലും അന്ന് ആ കാഞ്ഞിരോട് ഗുരുവാഴുന്ന വള്ളാകന്മാർ അന്ന് ഭവനത്തെങ്കിലും കാല് വെക്കുന്ന മാത്രമെങ്കിൽ അല്ലേ മാതാവിന് വെപ്രാളമായി അല്ലേ എത്രയും പെട്ടെന്ന് മകളോട് പിതാവിനെ വിവരമറിയിക്കണം അല്ലേ ശേഷമോ തൊഴുത്തിൽ നിന്നും കെട്ടിയിരിക്കുന്നതായ അല്ലേ ഭൂമാതാവിൻ്റെതായ അഗ്നിനെ തുരന്ന് ക്ഷീരത്തെ ഒക്കെ നാലും അല്ലേ അന്ന് പാത്രത്തെങ്കിൽ ചുരിയാൻ തക്കണ്ണമാർ അല്ലേ ആജ്ഞാപിച്ചു അവർക്ക് വേണ്ടിയിരിക്കുന്ന ജലം കിണ്ണിയിൽ വെക്കുവാനും അന്ന് ആരാഞ്ഞു അല്ലേ അത് ശേഷം കാഞ്ഞിരോട് വാഴുന്ന വള്ളാകന്മാർ കിണ്ടിയിലെ വെള്ളമെടുത്ത് കൈകാലുകൾ ശുദ്ധീകരിച്ചു ഇരിക്കാൻ പീഠം കൊടുത്തു അതിൽ ഇരിപ്പിടം അമർത്തി അതിനുശേഷമോ കൊടുത്തിരിക്കുന്ന ക്ഷീരത്തെ നുകർന്നു ദാഹത്തെ അകറ്റി അല്ലേ അക്കുമാരിക്കുന്നതായ സംസാര മൊഴികളൊക്കെനാലും വരുന്ന മാത്രമെങ്കിൽ എന്തിനു വന്നു ഇവിടെ നിന്ന് വന്നു അല്ലെ ആരാണ് നിങ്ങൾ എന്ന് അങ്ങനെ ഇരിക്കുന്ന മൊഴികളൊക്കെനാലും വന്നു അല്ലെ ഏതൊരു ഭവനത്തിനെങ്കിലും ആര് വന്നാലും അല്ലെ ആദിത്യ മര്യാദകൾ വേണം. അപ്പോൾ കാര്യത്തിൽ അന്ന് ചോദിക്കുന്ന മാത്രമെങ്കിൽ അല്ലെ കാഞ്ഞിരോട് വാഴുന്നതായ വള്ളാകന്മാരാകുന്നു അല്ലെ എന്നതാകുന്ന സഹോദരന് ഒരു മംഗല്യം വേണം എന്ന് കണ്ടു കരുതിയിട്ട് അല്ലെ വിവാഹ ആലോചനയൊക്കെ ഇറങ്ങിയതാണ് അന്ന് ഇന്ന് മറ്റേ ആർക്കും വള്ളാകളെന്ന് ചിന്തിച്ചു അല്ലെ ഇവിടെ കൊടുക്കാനുള്ളൊരു അല്ലെ മകളുണ്ടായിരുന്നു അതിന് കൊടുത്തു അല്ലെ വിറ്റുപോകുന്ന കൃഷിക്കിടാങ്ങളൊക്കെ ആരും വിറ്റു കൊടുത്തു. ഇനി അവശേഷിക്കുന്നത് എൻ്റെ ഈ ഒരു പാത്രമാകുന്നു അല്ലേ അതിനാണെങ്കിലോ അടിച്ചു മാറ്റി കൂട്ടുവാനോ അറിയില്ല അതിലിരിക്കുന്നതായ സന്താനം
അത് നിങ്ങൾക്ക് മതിയെങ്കിൽ ഈ ഒരു ചൊവ്വാഴ്ച കടന്ന് അടുത്തൊരു ചൊവ്വാഴ്ച നിങ്ങൾ എൻ്റെ ഭവനത്തിലേക്ക് വരൂ. വിശിഷ്ടമാകുന്ന പന്തലൊരുക്കിയിട്ട് അതിനകത്ത് മംഗല്യം ചാർത്താമെന്ന് അന്ന് ചിന്തിച്ചു അല്ലേ. അങ്ങനെ അതിനൊക്കെനാലും അവര് അല്ലെ സമ്മതം മൂടി അത് കൈയെടുത്തു അല്ലേ. ബംഗാറുകൂട് വെള്ളാകള് അത്യധികം സന്തോഷവാനായി അല്ലേ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പുത്രിയുടേതായ മംഗല്യമാകുന്നു അല്ലേ. രാജമംഗളമായിട്ട് തന്നെ തീർക്കണം. അതിനെന്ത് വേണം? വെറ്റില കൊണ്ട് പന്തലൊരുക്കി, ചുണ്ണാപ്പ് കൊണ്ട് തിലത്തെ അങ്ങനെ ഇതാക്കുന്നതായ ആ ചുണ്ണാപ്പ് കൊണ്ട് തിലത്തെ ശേഷമോ വരന് കൊടുക്കാണ്ടൊക്കെ വണ്ണമായിട്ട് അല്ലേ ഇതാകുന്ന ഒരു അശ്വത്തെ വാങ്ങി അതിനെ വെള്ളിയുടെ ചങ്ങല അന്ന് ബന്ധിച്ചു. ശേഷമോ അല്ലേ ഓരോ ദിക്കുകളും ദേശങ്ങളും എല്ലാം തേടി അലഞ്ഞ് ഓരോ ബന്ധുക്കളെയും മിത്രങ്ങളെയും സ്നേഹിതങ്ങളെയും ഒക്കെനാലും വിളിച്ചു. എല്ലാവരെയും വിളിച്ചു ചേർത്തു. അതിന് കുത്താൻ ഇടമില്ല, അത്രയും ജനം വന്ന് എൻ്റെ ബംഗാറുകൂട് അല്ലേ അന്ന് കൈയെടുത്തു. വരനും എല്ലാം തയ്യാറായി അന്ന് വരുന്ന മാത്രമെങ്കിലോ അല്ലേ ഏവരെയും വിളിച്ചു. നാലുകാരന് വിലുമുളരെ അല്ലേ ആരാധനമൂർത്തിയാകുന്ന അമ്മയെ ക്ഷണിച്ചു വന്നു. ക്ഷണിച്ചോ? അമ്മ അറിഞ്ഞ ഈ വിവരങ്ങളെല്ലാം അമ്മയുടെ ഒരു വാർത്തം ആരും വന്ന് ആരാഞ്ഞില്ല. കോപമുണ്ടാകും എനിക്ക്, അരിശമുണ്ടാകും എനിക്ക്, അരിശമുണ്ട് ഞാൻ. കൊടുങ്കാറ്റ് വീശി അല്ലേ അന്ന് വെറ്റില കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പന്തലെന്ന് മാറിപ്പോയി അല്ലേ. അന്ന് അശ്വത്തിന് വെക്കനാലും മതം പിടിച്ച് വെള്ളിക്കൊണ്ടിരിക്കുന്ന ചങ്ങല ഭേദിച്ചു. അതോ അല്ലേ വലിയതായ ആ വിരുന്നുകാരെക്കനാലും അന്ന് അല്ലേ അങ്ങനെ ആട്ടി ഓടിച്ചു. വിഷമോ ഇത് എന്ത് സംഭവിച്ചെന്ന് ബംഗാറുകൂട് വെള്ളാക്കള് പ്രശ്നരാശി ചിന്തിക്കുന്ന മാത്രമെങ്കിലേ അല്ലേ അന്ന് അമ്മയുടെ മുഖമെന്ന് തെളിഞ്ഞു അല്ലേ. എന്റേതാക്കുന്ന പാദത്തിലന്ന് വന്നു വീണ് ബംഗാറുകൂട് വെള്ളാക്കള് അല്ലേ തെറ്റുപറ്റിപ്പോയ മാതാവ് ക്ഷമ വേണമെന്ന് അല്ലേ. അന്ന് ഞാനെന്താണ് ചിന്തിച്ചത്? നാലുകാരൻ എത്തിച്ചത് അല്ലേ എനിക്ക് സ്ഥാനമില്ലാതിടത്ത് ഞാൻ എന്തിനു നിൽക്കണം? എനിക്ക് സ്ഥാനമില്ലാതിടത്ത് ഞാൻ നിൽക്കണം. എനിക്ക് ആരാധന കൽപ്പിക്കുന്നതായ ഇടങ്ങളിലും ഭക്തിയോടെ ഭജിക്കുന്ന ഇടങ്ങളിലും അമ്മയും എന്നും ഉണ്ടാകും അല്ലേ. അന്ന് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി അല്ലേ കാഞ്ഞിരോട് ആ പുഴ കടക്കണമെന്ന മനസ്സിനകത്ത് ചിന്തിച്ചു. അന്ന് അല്ലേ അവിടെ കടവയ്ക്കില് കടത്തുകാരൻ അല്ലേ തോണിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു അല്ലേ മറുകര കടക്കണം എനിക്ക്, എന്നെ ഒന്ന് കടവ് കടത്തുമായിരുന്നു. അന്ന് കടത്തുകാരൻ എന്താണ് ചിന്തിച്ചത്? പരിഹാസം ഒഴികൊണ്ട് തന്നെ അല്ലേ നീ ആണാണോ പെണ്ണാണോ അതോ നപുംസകമാണോ എന്ന് ചിന്തിച്ചു അല്ലേ. അന്നോ എന്റെ വലതുകാലം ഞാനന്ന് തോണിയിലേക്ക് എടുത്തു വെച്ചു. കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങല ഞാനന്ന് പൊട്ടിച്ചു. കടത്തുകാരനെ നിഗ്രഹിച്ചു വന്നു അല്ലേ. ഒറ്റയ്ക്ക് ഞാനന്ന് കാഞ്ഞിരോട് പുഴ കണ്ടെന്നു അല്ലേ. പഞ്ചുക്കൽ ആധാരമായിട്ടന്ന് ഞാൻ എത്തി അല്ലേ. അന്ന് എനിക്ക് അല്ലേ കൂട്ടായിട്ട് എൻ്റെ ആ പന്നിയുടെ മുകളിൽ ഞാൻ ഇരുന്നു അല്ലേ. പലതാകുന്ന നടനമാടി അട്ടഹസിച്ചു. നാടിനും നാട്ടുകാർക്കും ഭീഷണി ഉണ്ടാക്കി അല്ലേ. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നതായ അവസ്ഥയെന്ന് ചിന്തിക്കുന്ന മാത്രമെങ്കിലേ അല്ലേ. ബംഗാറുകൂട് വാഴുന്നതായ മാറാവ് പന്നിക്കുളത്ത് മാറാവ് ഇവിടെ കൈയെടുത്തിട്ടുണ്ട്. ആരാധന ചെയ്യണം, ഭക്തിയോട് കൂടിയിട്ട് നിത്യ വിളക്ക് കൊടുക്കണമെന്ന് ആരാധന അന്ന് എൻ്റെ അയ്യൂർ തറവാർത്താരമായിട്ടും അന്ന് വലത് കരം പിടിച്ചു മാതാവിൻ്റെ എനിക്കൊരു സ്ഥാനം തന്നു, ഇടം തന്നു. ഭക്തിയോട് കൂടിയിട്ട് പൂവും നീരും കൊടുത്ത് ആരാധിച്ചു വന്നിരിക്കുന്നതായ അമ്മ തന്നെയല്ലേ നാലുകാരണം വിരുമുള്ളോ ആ മാതാവിനെ ഇന്ന് നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചു. മുടക്കം വന്നു ഇവിടെ, ഭക്തി കുറഞ്ഞോ ഇവിടെ, ശക്തി കുറഞ്ഞോ? അതിൻ്റെതായ തനിമയും മേന്മയും വേണ്ടുപോലെ മുട്ടല്ലേ ഇവിടെ ആയിരിക്കണം. അപ്രകാരത്തിൽ ഇരിക്കുന്ന ശാസ്ത്രാപരങ്ങൾ ഭക്തന്മാർ അഭിമാനപ്രഭു ഐശ്വര്യപ്രഭു അഭിമാനപ്രഭു നമ്മൾ വെള്ളക്കാളിൽ കിഴക്കേ വീട്ടിൽ ചാമണ്ടിയും വിഷ്ണുമൂർത്തി ചങ്ങാതിയും പടിഞ്ഞാറ വാഴുന്നതായ മാതാവും ഞാനും നാല് തലക്കകത്ത് ഇതിന്റെ കാര്യക്കാർ അങ്ങനെ ഇരിക്കുന്നതായ അല്ലേ അഗസ്ത്യമുനി തപസ് ചെയ്തിരിക്കുന്നതായ യാഥാഗ്നി എരിഞ്ഞാലും കിടന്നതായ എരിക്കുളമിരിക്കുന്നതായ നാം ഉണ്ടായി. അപ്രകാരത്തിൽ അമ്മ എന്നിരിക്കുന്ന ശക്തിയുടെ നിലവിളക്ക് കൊളിച്ചു വെച്ച പരമാത്മ
ആ ജ്വലിച്ച അഗ്നി കടാറുണ്ട് പ്രകാശമായി കാൽക്കാരൻ ആയിരിക്കുന്ന വിഷം വേണ്ട ഐക്യമുള്ളവരുടെ വലുതാകുന്നതായ ആ അമരഭൂമിക്കൃത്ത താനവും തറവാടും ആ പറാവും തലക്കൂർ മുൻപേറമായിട്ട് തുലാമാസം കാണാൻ സാധിക്കില്ല. അമ്മയുടേതാകുന്ന നയന മനോഹരമായ നൃത്തം കാണണം. അക്ഷരസ്ഫുടത നിറഞ്ഞിരിക്കുന്ന രണ്ട് മൊഴി ശ്രമിക്കണം. എന്നോട് അല്ലേ എന്റെ മാറോട് ചേർത്ത് അണയാണമായി കേട്ടോ. ഈ സന്തോഷം ഇന്നുമെന്നും നിറഞ്ഞു കാണേണ്ട ഭാഗ്യം വിശേഷിച്ച അതിഥികളുണ്ടോ? 4 കാരണന്മാര് പാരായം വിശേഷിക്കണ്ടല്ലോ. പ്രസാദത്തെ പൊരുത്തട്ട പാറ